ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. സാക്ഷിയായി പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 117ാം പതിപ്പ് നാളെ. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ സംയോജിപ്പിക്കുന്ന ഇന്ത്യയുടെ സ്പാഡെക്സ് പരീക്ഷണത്തിന് സജ്ജമായി ISRO. വോട്ടർമാരുടെ ലിംഗാനുപാതത്തിൽ കേരളം രാജ്യത്ത് രണ്ടാമതെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. കാർഗിലിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഹോക്കി ഇന്ത്യ ലീഗിന് അല്പസമയത്തിനകം ഒഡീഷയിലെ റൂർക്കേലയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. സംസ്കാര ചടങ്ങുകൾ ന്യൂഡൽഹിയിലെ നിഗം ബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ഒരു റിപ്പോർട്ട്. നിഗം ബോധ് ഘട്ടിൽ ഇന്ന് ഉച്ചയോടെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. മതപരമായ പ്രാർത്ഥനകൾക്ക് ശേഷം സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ജഗത് പ്രകാശ് നഡ്ഡ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, സേനാ മേധാവിമാർ എന്നിവർ മുൻ പ്രധാനമന്ത്രിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ വാങ്ചുക്, മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ധനഞ്ജയ് റാംഫുൾ എന്നിവരും ആദരം അർപ്പിച്ചു. വ്യാഴാഴ്ച രാത്രിയാണ് വിഖ്യാത സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഡൽഹി എയിംസിൽ അന്തരിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ കത്ത് സർക്കാരിന് ലഭിച്ചതായും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ചെന്നൈ അണ്ണാ സർവകലാശാലയിലെ ലൈംഗിക അതിക്രമ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 2 അംഗ സമിതിയെ നിയോഗിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. സംഭവം നടന്ന പശ്ചാത്തലം, അധികൃതർ സ്വീകരിച്ച നടപടി എന്നിവ സമിതി പരിശോധിക്കുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് രഹാട്കർ പ്രസ്താവനയിൽ പറഞ്ഞു. ലൈംഗിക അതിക്രമത്തിന് ഇരയായ വ്യക്തി, കുടുംബം, സുഹൃത്തുക്കൾ, അധികൃതർ, സന്നദ്ധ സംഘടനകൾ എന്നിവരുമായി സമിതി കൂടിക്കാഴ്ച നടത്തുമെന്നും കമ്മീഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 117ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്ത് ലഭ്യമാകും. യാത്രാ ക്യാബുകൾ വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്നത് സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി നിർദ്ദേശം നൽകി. ആൻഡ്രോയിഡ്, ആപ്പിൾ ഉപകരണങ്ങളിൽ ഒരേ ദൂരയാത്രകൾക്ക് വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കുന്നത്. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ CCPAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യസാധന വിതരണ ആപ്പുകൾ, ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ തുടങ്ങി മറ്റ് മേഖലകളിലേക്കും പരിശോധന നടത്താൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ഉപഭോക്തൃ ചൂഷണത്തോട് സർക്കാർ ഒട്ടും സഹിഷ്ണുത കാണിക്കില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നിയുക്ത അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വോൾട്സുമായി കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം, ആഗോള പ്രശ്നങ്ങൾ എന്നിവ ചർച്ച നടത്തിയതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ഡോക്കിംഗ് പരീക്ഷണം സ്പാഡെക്സ് തിങ്കളാഴ്ച നടക്കും. കേന്ദ്ര ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്നതിലൂടെ ചരിത്രപരമായ ദൌത്യമായിരിക്കും ISRO പൂർത്തീകരിക്കുക എന്നും ശ്രീ സിംഗ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വോട്ടർമാരുടെ ലിംഗാനുപാതത്തിൽ കേരളം ഇന്ത്യയിൽ രണ്ടാമതെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 1,43,36,133 സ്ത്രീ വോട്ടർമാരാണുള്ളത്. ഇത് ആകെ വോട്ടർമാരുടെ 51.56%. 1000 പുരുഷ വോട്ടർമാർക്ക് 944 സ്ത്രീ വോട്ടർമാർ എന്ന ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് നിലവിൽ സംസ്ഥാനത്തെ വോട്ടർമാരുടെ ലിംഗാനുപാതം.
ലിംഗസമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള കേരളത്തിന്റെ പ്രതിബദ്ധതയാണ് വ്യക്തമാക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള എയർലൈൻ സർവീസ് ആരംഭിക്കുന്നതിന്റെ ധാരണാപത്രം തിങ്കളാഴ്ച ഒപ്പുവയ്ക്കും. കേരള സർക്കാരിനും സിയാലിനും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി 26% ഓഹരിയുള്ള സ്ഥാപനമാണ് എയർ കേരള. കണ്ണൂരിന് പുറമെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവീസ് ഉണ്ടാവുക. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഷ്കരിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം സിയാലിന്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിമാന കമ്പനികളെ ആകർഷിക്കുക, പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, കൂടുതൽ സേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുക തുടങ്ങിയവയാണ് സിയാലിന്റെ പ്രധാന പ്രവർത്തനങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തക്കവിധമുള്ള ഭാവി പരിപാടികളാണ് സിയാൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത്. ഇപ്പോൾ നടപ്പാക്കി വരുന്ന പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ഏവിയേഷൻ ഹബ്ബ് എന്ന നിലയിലേക്ക് സിയാലിന് ഉയരാൻ കഴിയും. കൂടുതൽ വിമാന കമ്പനികളെ ആകർഷിക്കുക, പ്രാദേശികമായ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, പരമാവധി സേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുക, അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയിലൂടെ രാജ്യത്തിന്റെ തന്നെ പ്രവേശന കവാടമായി മാറുക എന്നതാണ് സിയാലിന്റെ ലക്ഷ്യം. ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. ഡൽഹിയിലെ വസതിയിലെത്തിയാണ് ഗുകേഷ് പ്രധാനമന്ത്രിയെ കണ്ടത്. ഗുകേഷിന്റെ പ്രതിബദ്ധതയും സമർപ്പണവും പ്രചോദനകരമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോക്കി ഇന്ത്യ ലീഗിന്റെ 2024-25 പതിപ്പ് അല്പസമയത്തിനകം ഒഡീഷയിലെ റൂർക്കേലയിൽ ആരംഭിക്കും. രാത്രി ബിർസ മുണ്ട സ്റ്റേഡിയത്തിൽ ഡൽഹി SG പൈപ്പേഴ്സ് ഗോനാസികയെ നേരിടും. രാത്രി 8:15 മത്സരം. പുരുഷന്മാരുടെ ലീഗ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുക. ഒന്നാം ഘട്ടം ഇന്ന് മുതൽ ജനുവരി 18 വരെ നടക്കും. രണ്ടാം ഘട്ടം ജനുവരി 19 ആരംഭിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ബംഗാൾ സർവീസസിനെയും രാത്രി 7:30 കേരളം മണിപ്പൂരിനെയും നേരിടും. മെൽബണിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ 4ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 3ാം ദിവസം 5 വിക്കറ്റിന് 164 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യയ്ക്ക് ഓസീസിനെതിരെ ഫോളോ ഓൺ ഒഴിവാക്കാനായെങ്കിലും ലക്ഷ്യം മറികടക്കാനായില്ല. ഇന്ന് കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 358 റൺസ് എന്ന നിലയിലാണ്. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ ഇടങ്ങളിൽ മഞ്ഞുവീഴ്ച ശക്തമായതോടെ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം. അടുത്ത 3 ദിവസം രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. മധ്യപ്രദേശിൽ ഇടിമിന്നലോട് കൂടിയ ആലിപ്പഴ വർഷത്തിന് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ലഡാഖിൽ ശക്തമായ മഞ്ഞുവീഴ്ചയെ തുടർന്ന് കാർഗിലിലേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. കാർഗിലിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കാർഗിലിനെയും സാസ്കറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമായ 2 ദേശീയപാതകൾ അടച്ചു. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുമെന്ന് കാർഗിൽ ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. ശ്രീനഗറിലേക്കുള്ള വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ മലയോര മേഖലകളിൽ കനത്ത മഞ്ഞ്. ഉത്തരകാശി, ബാഗേശ്വർ, പിത്തോർഗഡ്, ചമോലി, പൌഡി, നൈനിറ്റാൽ, ഡെറാഡൂൺ എന്നിവിടങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയാണ് അനുഭവപ്പെടുന്നത്. മഞ്ഞുവീഴ്ചയിലും മഴയിലും മേഖലയിൽ താപനില ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. സംയുക്ത സൈനികാഭ്യാസമായ സൂര്യകിരണിന്റെ 18ാമത് എഡിഷനിൽ പങ്കെടുക്കാൻ 334 പേരടങ്ങുന്ന ഇന്ത്യൻ കരസേനാ സംഘം നേപ്പാളിലേക്ക് പുറപ്പെട്ടു. ഈ മാസം 31 മുതൽ അടുത്ത മാസം 13 വരെയാണ് പരിപാടി. പർവ്വത മേഖലകളിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണം തുടങ്ങിയവയിൽ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് സൈനികാഭ്യാസത്തിന്റെ ലക്ഷ്യം. 21ാമത് തേർഡ് ഐ ഏഷ്യൻ ചലച്ചിത്രമേള അടുത്ത മാസം 10 മുതൽ 16 വരെ നടക്കും. മുംബൈയിലും താനെയിലുമായി നടക്കുന്ന മേളയിൽ 61 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ചൈനീസ് സിനിമ ദി ബ്ലാക്ക് ഡോഗാണ് ഉദ്ഘാടന ചിത്രം. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. സാക്ഷിയായി പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 117ാം പതിപ്പ് നാളെ. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ സംയോജിപ്പിക്കുന്ന ഇന്ത്യയുടെ സ്പാഡെക്സ് പരീക്ഷണത്തിന് സജ്ജമായി ISRO. വോട്ടർമാരുടെ ലിംഗാനുപാതത്തിൽ കേരളം രാജ്യത്ത് 2ാമതെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. കാർഗിലിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഹോക്കി ഇന്ത്യ ലീഗിന് അല്പസമയത്തിനകം ഒഡീഷയിലെ റൂർക്കേലയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.